നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യതയുണ്ടോ? ശമ്പളത്തേക്കാൾ അധികം ആനുകൂല്യങ്ങളും ബോണസൊക്കെ കിട്ടുന്ന ഒരു ജോലി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച ജോലി ഉറപ്പാണ്. ഈ പറയുന്നത് പോലെ തന്നെ ആനുകൂല്യങ്ങൾ ഒരുപാടാണ്. ആ ജോലിയാണ് ബെഫ്കോ LDC എന്ന് പറയുന്നത്, ബീവറേജസ് കോർപ്പറേഷനിലെ LD ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ കഴിഞ്ഞ ജനറൽ LD ക്ലർക്കിൻ്റെ എക്സാം കഴിഞ്ഞു, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു. ഒറ്റത്തവണ പരീക്ഷയായിരുന്നു. കുറേ പേര് അതിനു വേണ്ടിയിട്ട് കഠിനമായി പരിശ്രമിച്ചു. അങ്ങനെ പരിശ്രമിച്ചവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി. ചിലരൊക്കെ എന്ത് ചെയ്തു, ഉഴപ്പമട്ടിൽ പഠിച്ചു, വെറുതെ പോയി പരീക്ഷ എഴുതിയവരുണ്ട്. ഉഴപ്പമട്ടിൽ പോയവർക്കൊക്കെ എക്സാമിന് എത്തിയപ്പോൾ മനസ്സിലായ കാര്യം, കുറച്ചുകൂടി ഒന്ന് ഉഷാറായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അങ്ങനെ പറഞ്ഞ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കഴിഞ്ഞ LDC LGS റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടാൻ സാധിക്കാതെ പോയി. ഇനി ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷ വരുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന നല്ലൊരു പോസ്റ്റാണ് ബെഫ്കോ LDC എന്ന് പറയുന്നത്. അപ്പോൾ ബെഫ്കോ LDCയെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ വസ്തുതകളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം, എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പറഞ്ഞു, SSLC യോഗ്യതയായിട്ടുള്ള ഒരു പോസ്റ്റാണ് ബെഫ്കോ LDC. നമ്മുടെ നോർമൽ LDCയെ പോലെ തന്നെ അതേ സിലബസ്, 10th ലെവൽ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഒക്കെ സെയിം സിലബസ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. സോ നമുക്ക് അതിൻ്റെ പേരിൽ എക്സ്ട്രാ കൺഫ്യൂഷൻസ് ഒന്നും വരുന്നില്ല. മറ്റേ LD ക്ലർക്കിനെയൊക്കെ പോലെ തന്നെ, ആ ഒരു പോസ്റ്റിനെ പോലെ തന്നെ 18നും 36നും ഇടയിൽ പ്രായമുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് തന്നെയാണ്. അവിടെ ഒന്നും വ്യത്യാസങ്ങൾ, പരീക്ഷ എങ്ങനെയാണ്, സിലബസ് എങ്ങനെയാണ്, പ്രായപരിധി എങ്ങനെയാണ്, ഇതിലൊന്നും ഡൗട്ട് വരുന്നില്ല. എല്ലാം സെയിം ആണ്. 10ാം ക്ലാസ് ലെവലുള്ള എല്ലാ എക്സാംസിനെ പോലെ തന്നെയാണ്. പക്ഷേ ബെഫ്കോ LDയെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ അതിനെ കുറെ കൂടി എക്സാഗറേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ പറയാൻ കുറേ അധികം കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഈ കാണുന്നത്. ഈ കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മൾ ബെഫ്കോയെ പറ്റിയിട്ട് ധാരാളം കേൾക്കുന്നത് എന്താ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടത്തിയ ഔട്ട്ലെറ്റ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കേൾക്കാറുള്ളത്. അപ്പോൾ സർക്കാരിന് ഏറ്റവും ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ശരിക്കും പറഞ്ഞ ബീവറേജസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലം പോലെയുള്ള ഉത്സവ സീസൺസ് ഒക്കെ വരുമ്പോൾ ധാരാളം സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നല്ല രീതിയിൽ അലവൻസുകളും ബോണസുകളും ഈ ഉത്സവകാലത്തൊക്കെ കിട്ടാറുമുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഓണക്കാലത്ത് ബീവറേജസ് കോർപ്പറേഷനിലെ ജീവനക്കാർക്കൊക്കെ 1,02,500 രൂപ ബോണസ് അനുവദിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ശമ്പളത്തോടൊപ്പം ധാരാളം ബോണസ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ജോലിയാണിത്. ബേസിക് പേ നമ്മൾ നോക്കുമ്പോൾ വളരെ ചെറുതാണ് എന്ന് തോന്നിയാലും അതിൽ വരുന്ന അലവൻസുകളും ഈ പറയുന്നത് പോലെ ഉത്സവകാലത്ത് വരുന്ന ബോണസുകളൊക്കെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ശമ്പള സ്കെയിൽ, അല്ലെങ്കിൽ ഒരു ശമ്പളം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു പോസ്റ്റാണ് ബീവറേജസ് കോർപ്പറേഷൻ LD എന്ന് പറയുന്നത്. സോ നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കൊന്ന് കടക്കാം. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ, ഇതിനു മുൻപ് ഇപ്പോൾ ഓൾറെഡി ബീവറേജസ് കോർപ്പറേഷൻ LDക്ക് ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് 2021 2021 നോട്ടിഫിക്കേഷൻ വന്നു. 22 പരീക്ഷ നടന്നു. പിന്നെ കോവിഡിൻ്റെ ഒരു സമയമായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഡിലേ റാങ്ക് ലിസ്റ്റ് പബ്ലിഷിങ്ങിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2024 ഈ ഒരു എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. 2024 റാങ്ക് ലിസ്റ്റ് വന്നതുകൊണ്ട് തന്നെ 27 വരെ അതിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇനി ഏകദേശം ഒരു വർഷത്തിലധികം അതിന് വാലിഡിറ്റി വരുന്നുണ്ട്. ഒരു 1.5 വർഷത്തോളം അതിന് കാലാവധി വരുന്നുണ്ട്. സോ അതിനുള്ളിൽ പുതിയ പരീക്ഷ നടത്തി ആ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. നമുക്കറിയാം, എക്സിസ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് എന്നാണോ അവസാനിക്കുന്നത് അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം അടുത്തത് വരേണ്ടതായിട്ടുണ്ട്. സോ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് നിയമനം ലഭിച്ചു? നമ്മളൊരു ജോലിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് ആദ്യം പോകുന്ന അവിടേക്ക് എത്ര പേർക്ക് ജോലി കിട്ടി എന്നുള്ളത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 6/2/2024 ഓക്കെ. 2024 ഫെബ്രുവരി 6-ാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. നാളിതുവരെ 249 അഡ്വൈസുകളാണ് ബെഫ്കോ LDക്ക് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പറയും, 1.5 വർഷം കഴിഞ്ഞല്ലോ റാങ്ക് ലിസ്റ്റ് വന്നിട്ട്, 200-ലധികം പേർക്കല്ലേ റാങ്ക് അഡ്വൈസുകൾ പോയിട്ടുള്ളൂ, അപ്പോൾ അതിൽ വലിയ കാര്യമല്ലോ ഉണ്ടോ, ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും. നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നവർ അവിടെ നെഗറ്റീവ് പഠിക്കത്തതേ ഉള്ളൂ. എന്നാൽ ഇതിലൊരു സാധ്യത കണ്ടെത്തി അതിൽ പഠിക്കാൻ പോകുന്ന ആളുകൾ ഒരുപാടുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാലേ
പഠിക്കുന്നവർക്ക് വിജയിക്കാൻ ഇന്നത്തെ ഒരു കാലത്ത് വളരെ എളുപ്പമാണ്. കാര്യം 90% ആളുകളും നെഗറ്റീവ്സിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ട് പഠിക്കാതെ മാറി നിൽക്കുമ്പോൾ ബാക്കി വരുന്ന ഒരു 10% ആളുകൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കും, അവരൊക്കെ വിജയം നേടുകയും ചെയ്യും. സോ പഠിച്ചു മുന്നേറാൻ ഇന്നത്തെ കാലത്ത് എളുപ്പമാണെന്നേ ഞാൻ പറയുള്ളൂ. സോ 249 അഡ്വൈസുകളെ പോയിട്ടുള്ളൂ എന്ന് കരുതി അതിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെന്ന് വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആദ്യത്തെ ഒരു 10 റാങ്കിനുള്ളിൽ, ആദ്യത്തെ 20 റാങ്കിനുള്ളിൽ, ആദ്യത്തെ 50 റാങ്കിനുള്ളിൽ നമ്മൾ ഉൾപ്പെട്ടാൽ നമുക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടി പോകാവുന്നതേ ഉള്ളൂ. സോ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 10/9/2025 എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. സോ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വിളിക്കുന്നുണ്ട്, നമ്മുടെ അഡ്വൈസുകളൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അഡ്വൈസ് കുറഞ്ഞുപോയി, കമ്പാരിറ്റീവ്ലി കുറഞ്ഞുപോയി, അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നില്ല, അതിനുവേണ്ടി പഠിച്ചിട്ട് കാര്യമുണ്ടോ, അതിനുവേണ്ടി ഫോക്കസ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ, ഇങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരവസരവും നിങ്ങൾ പാഴാക്കി കളയരുത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു 2021 വന്നു, റാങ്ക് ലിസ്റ്റ് 24 വന്നു. അതനുസരിച്ച് 2027 വരെ അതിന് വാലിഡിറ്റി ഉണ്ട്. അഡ്വൈസ് പോയിരിക്കുന്നത് 10/9/2025 നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. SSLC ആണ് യോഗ്യത എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്ന സാലറി സ്കെയിൽ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. പക്ഷേ ബീവറേജസ് കോർപ്പറേഷൻ LDയുടെ സാലറി നമ്മുടെ നോർമൽ LDCയുടെ സാലറിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത് 26,500 മുതൽ 60,700 വരെയുള്ള ഒരു സാലറി സ്കെയിൽ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ DA HRA ഡിയറൻസ് അലവൻസ് ആയിട്ടും ഹൗസ് റെന്റ് അലവൻസുമായിട്ടുമുള്ള അലവൻസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ജോലി കിട്ടുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് എവിടെയൊക്കെ ആയിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ ബീവറേജസ് കോർപ്പറേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്തെ ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ ബെഫ്കോയുടെ ഔട്ട്ലെറ്റുകളിലായിരിക്കും, സെൽഫ് സർവീസ് യൂണിറ്റുകളിലായിരിക്കും, അല്ലെങ്കിൽ മദ്യം സൂക്ഷിച്ചിരിക്കുന്ന വെയർഹൗസുകളിലായിരിക്കും. ഇങ്ങനെ എവിടെ വേണമെങ്കിലും LD ക്ലർക്കായിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കാം. അപ്പോൾ സാധാരണ മറ്റുള്ളിടത്തെല്ലാം 10 മണി മുതൽ 5 മണി വരെയാണ് ഗവൺമെന്റ് വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. പക്ഷേ ബെഫ്കോ LD ആയിട്ട് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് ഒരു ഔട്ട്ലെറ്റിലാണ്, ബീവറേജസ് കോർപ്പറേഷന്റെ ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിലാണെന്ന് വിചാരിക്കുക. ഔട്ട്ലെറ്റുകളിലെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. അതായത് വൈകുന്നേരം 5 മണിക്ക് ശേഷം വീണ്ടും ഒരു 4 മണിക്കൂർ എക്സ്ട്രാ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പക്ഷേ ഔട്ട്ലെറ്റുകളിൽ ജോലി ലഭിക്കുന്നവർ ഈ 4 മണിക്കൂർ എക്സ്ട്രാ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗുണമുണ്ട്, 425 രൂപ പെർ ഡേ നിങ്ങൾക്ക് കിട്ടും. ബെഫ്കോ ഔട്ട്ലെറ്റുകളിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ, അതിപ്പോൾ LGS ആണെങ്കിലും LDC ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഈ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടും. ഔട്ട്ലെറ്റുകളിൽ 10 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ജോലി സമയം. വൈകുന്നേരം 5 മണിക്ക് ശേഷം നമ്മൾ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ദിവസം 425 രൂപ വെച്ച് നമുക്ക് സാലറിയിൽ ആഡ് ഓൺ കിട്ടും. അതൊരു വലിയ അവസരം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. സോ സാലറി എന്ന് പറയുന്നത് ബേസിക് പേ 26,500 ആയിരിക്കും. അതിൻ്റെ കൂടെ അലവൻസുകൾ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സാധ്യത കൂടി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇനി നമ്മൾ പറഞ്ഞു പോസ്റ്റിംഗ് എവിടെയൊക്കെ ആയിരിക്കും എന്ന് ഓൾറെഡി പറഞ്ഞു അല്ലേ. ഹെഡ് ഓഫീസ് ഒന്നെങ്കിൽ തിരുവനന്തപുരത്ത് ബെഫ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ റീജിയണൽ ഓഫീസുകൾ, ഏകദേശം 6ഓളം റീജിയണൽ ഓഫീസുകൾ ബീവറേജസ് കോർപ്പറേഷന് കേരളത്തിലുടനീളമുണ്ട്, അവിടെ ആയിരിക്കും. അല്ലെങ്കിൽ വെയർ ഹൗസുകളിലായിരിക്കും, അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകളിലായിരിക്കും. ഈ ഔട്ട്ലെറ്റിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 10 മുതൽ 9 വരെ എന്ന് പറയുന്ന വർക്കിംഗ് ടൈം വരുന്നത്. പിന്നെ സെൽഫ് സർവീസ് യൂണിറ്റുകൾ, ബെഫ്കോയുടെ തന്നെ സെൽഫ് സർവീസ് യൂണിറ്റുകൾ ഉണ്ടായിരിക്കും, അവിടെയും നമുക്ക് ജോലി ലഭിക്കാം. മറ്റുള്ളിടത്തെല്ലാം 10 മണി മുതൽ 5 മണി വരെയാണ് ജോലി. ഔട്ട്ലെറ്റുകളിൽ 10 മണി മുതൽ 9 മണി വരെയാണ് ജോലി. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 425 രൂപ എന്ന് പറയുന്ന എക്സ്ട്രാ ഒരു ആഡ് ഓൺ കൂടി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് പ്രമോഷൻ സാധ്യതകൾ. ബീവറേജസ് കോർപ്പറേഷൻ LD ക്ലർക്കായിട്ട് കയറുന്ന ഒരാൾക്ക് ലഭിക്കാവുന്ന പ്രമോഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, LD ക്ലർക്ക് എന്നുള്ളതിൽ നിന്ന് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. തൊട്ടടുത്ത പോസ്റ്റിംഗ് എന്ന് പറയുന്നത് UD ക്ലർക്കായിട്ട് തന്നെയായിരിക്കും, UDC ആയിട്ടായിരിക്കും നമ്മൾ കയറുന്നത്. അതിനുശേഷം സെക്ഷൻ അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റിലേക്ക് നമ്മൾ മാറും. അതിനുശേഷം സീനിയർ അസിസ്റ്റന്റും പിന്നീട് അസിസ്റ്റന്റ് മാനേജറും
മാനേജറും റീജിയണൽ മാനേജറും വരെ ആകാനുള്ള സാധ്യതകൾ ഈ ഒരു പോസ്റ്റിനുണ്ട്. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ആ ഒരു റിട്ടയർമെന്റ് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിലൊരു നല്ല പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിലും ബോണസുകളിലും സാലറിയിലും ഒക്കെ ചേഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ 10ാം ക്ലാസ് യോഗ്യതയുള്ള വളരെ ചെറുപ്പത്തിലൊക്കെ നിൽക്കുന്ന നിങ്ങൾക്കൊക്കെ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ കൂടിയായിരിക്കും. വളരെ നമ്മൾ കുറെ കൂടി കാര്യക്ഷമമായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ നന്നായിട്ട് പഠിച്ച് ജോലി വാങ്ങിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അത്രമാത്രമേ ഉള്ളൂ. എപ്പോഴും പറയുന്നത് പോലെ ഗവൺമെന്റ് ജോലിക്കുള്ള ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത് മറ്റൊരു ജോലിക്കും നൽകാനാവില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് ലീവുകൾ അല്ലേ. നമ്മളൊരു ജോലിക്ക് കയറുമ്പോൾ നമുക്ക് ലീവ് ആണല്ലോ മുഖ്യം. നമുക്ക് എന്തൊക്കെ ലീവ് കിട്ടുമെന്ന് നമുക്ക് അറിയണമല്ലോ. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബീവറേജസ് കോർപ്പറേഷൻ LD ആയിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന ലീവുകൾ കിട്ടില്ല. അതായത് മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ നമ്മുടെ കലണ്ടറിലെ ചുവന്ന അക്കങ്ങളൊക്കെ അവധിയായിരിക്കും. ഗവൺമെന്റ് അവധി എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ദിവസങ്ങളൊക്കെ അവധിയായിരിക്കും. ബീവറേജസ് കോർപ്പറേഷൻ LD ജീവനക്കാർക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. പക്ഷേ വീക്കിലി ഒരു ഡേ ഓഫ്, ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്കൊരു വീക്കിലി ഓഫ് എടുക്കാം. കാര്യം നമ്മൾ സൺഡേ വർക്കിംഗ് ആണ്. എല്ലാ ബെഫ്കോ ഔട്ട്ലെറ്റുകളും എല്ലാം സൺഡേ വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ വീക്കിലി ഓഫ് ഒരു ദിവസം നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ കോമ്പൻസേറ്ററി ഓഫ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് പറഞ്ഞതുപോലെ ഹോളിഡേയ്സ്, ഇപ്പം നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഹോളിഡേ, മറ്റുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ വീട്ടിൽ ഇരിക്കുന്ന ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഏതൊരു ഹോളിഡേ നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന അവധിയാണ് കോമ്പൻസേറ്ററി ഓഫ് എന്ന് പറയുന്നത്. പിന്നെ 12 കാഷ്വൽ ലീവും 12 സിക്ക് ലീവും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത്, നമുക്കറിയാം ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്ന കുറേ ദിവസങ്ങളുണ്ട്. അതിൽ എല്ലാ മാസവും 1-ാം തീയതി എന്ന് പറയുന്നത് ബീവറേജസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ബെഫ്കോ ഔട്ട്ലെറ്റുകളൊക്കെ അവധി വരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അത് മാറ്റണം എന്നൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒഫീഷ്യൽ തീരുമാനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ 1-ാം തീയതി ബീവറേജ് അവധിയാണ്. സോ അന്നും അവധിയായിരിക്കും നമുക്ക്. അതുപോലെ തന്നെ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 2 ദിവസങ്ങൾ, അതുപോലെ എലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം, പിന്നെ ലഹരി വിരുദ്ധ ദിനമായിട്ടുള്ള ജൂൺ 26, പിന്നെ നമ്മുടെ ഗാന്ധി ജയന്തിയും ഗാന്ധി സമാധി ദിനവും, ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി, ദുഃഖവെള്ളി തുടങ്ങിയിട്ടുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഡ്രൈ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. സോ അങ്ങനെയുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് അവധി ലഭിക്കും. അപ്പോൾ അവധി ഇങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. 12 CLും 12 സിക്ക് ലീവും വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസങ്ങളും കോമ്പൻസേറ്ററി ഓഫുകളും വീക്ക്ലി ഓഫുകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുകൂടി അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ബീവറേജസ് കോർപ്പറേഷൻ LD ക്ലർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് വസ്തുതകൾ. സിലബസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, SSLC യോഗ്യതയുള്ള നമ്മുടെ 10ാം തരം യോഗ്യതയായിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും PSC പ്രിഫർ ചെയ്തിട്ടുള്ള സെയിം സിലബസ് ആണ്. കഴിഞ്ഞ LDക്കൊക്കെ നമ്മൾ എഴുതിയ അതേ സിലബസ് തന്നെയാണ്. ഇതിപ്പോൾ പ്രിലിംസും മെയിൻസും ഉണ്ടെങ്കിലും ഇതിങ്ങനെ തന്നെ ആ ഒരു സിലബസ് 10ാം ക്ലാസ്സിൻ്റെ ലെവലിലുള്ള സിലബസ് തന്നെയായിരിക്കും പോകുന്നത് എന്ന് മനസ്സിലാക്കുക. 18-നും 36-നും ഇടയിൽ പ്രായമുള്ള ജനറൽ കാറ്റഗറി ആണെങ്കിൽ അങ്ങനെ, OBC ആണെങ്കിൽ 39 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 41 വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നമ്മൾ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. 2026 തന്നെ പരീക്ഷയുണ്ടാകും. സോ ബെഫ്കോ LD എന്ന് പറയുന്നത് നിയമനത്തിൽ കുറവാണ് അല്ലെങ്കിൽ നിയമനത്തിൽ സാധ്യത കുറവാണ് എന്ന് കരുതി നിങ്ങൾ തള്ളിക്കളയേണ്ട ഒരു പോസ്റ്റല്ല. എപ്പോഴും പറയുന്നത് പോലെ തന്നെ പഠിച്ചു വിജയിക്കാൻ, പഠിച്ചു നേടാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഓരോ ഒഴിവും നമുക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത വർഷങ്ങളിൽ, വരും വർഷങ്ങളിൽ നിങ്ങളൊരു സർക്കാർ ജോലി നേടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അടുത്ത ഓണക്കാലത്ത് നിങ്ങളും ബോണസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെഫ്കോ LD നിങ്ങൾക്ക് പറ്റിയൊരു ചോയ്സ് തന്നെയാണ്. അപ്പോൾ എന്ത് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. റിപ്ലൈ തരുന്നുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.